അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ അറിയുന്ന കുറച്ചു പേരൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. അറിയാത്ത ആളുകളും കുറെ പേരുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു 50 നമ്പർ ഒക്കെയാണ് ഞാൻ മാക്സിമം എക്സ്പെക്ട് ചെയ്തത്. 50+ ആയിട്ടുണ്ട്, സന്തോഷം. അപ്പോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആസിഫ് എന്നാണ്. ഞാനിവിടെ നമ്മുടെ പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാണ് ഇപ്പൊ കുറച്ച് കാലമായിട്ട്, ഒരു 5-8 മാസമായിട്ട്. അതിനു മുന്നേയും ഓൺലൈനിൽ പഠിപ്പിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് കേട്ടോ. നമ്മൾ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. എന്നെ അറിയുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലാത്ത ആളുകളും ഒന്ന് കമന്റ് ചെയ്യുക. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. യെസ് അല്ലേ? അറിയുന്ന ആളുകൾ കുറെ പേരുണ്ടല്ലേ? ഓക്കെ, യെസ്. അറിയാത്ത ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. അതായത് ഇത് എന്താ പരിപാടി, നമ്മൾ എന്താ എന്നൊന്നും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെയുള്ള ആളുകളെയും കൂടി ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ഇപ്പോഴും എൻ്റെ സ്ലൈഡും സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടപ്പോ തന്നെ കുറെ മെസ്സേജസ് നമുക്ക് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കെമിസ്ട്രി ആണ്, എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരമുണ്ടോ? ഞാൻ സോഷ്യൽ സയൻസ് നല്ല അടിപൊളിയായിട്ട് എടുക്കും, എത്ര പിള്ളേർക്ക് ക്ലാസ് എടുക്കണം, എത്ര രൂപ കിട്ടും? യെസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരോടും കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്കൊരു ജോലി തരാനുള്ള ഒരു ഓപ്ഷൻ അല്ല ഇത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, അതുവഴി നിങ്ങൾക്ക് സ്വയം എങ്ങനെയായി ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും, അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അതായത് ഇവിടെ ഞാനൊരു 10 ജോലി ലിസ്റ്റ് ചെയ്തിട്ട്, കെമിസ്ട്രിക്കാർ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ക്ലാസ് എടുക്കൂ, അല്ലെങ്കിൽ കണക്ക് അറിയുന്നവർ വരൂ, ക്ലാസ് എടുക്കൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല. ഓക്കെ, നിങ്ങളുടെ കഴിവുകളെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ പറയുന്ന ഓൺലൈൻ ടീച്ചിങ് കരിയറിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പാഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാല്, പിന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലി പിന്നീട് അന്വേഷിക്കേണ്ടതായിട്ട് വരില്ല. ജോലി നിങ്ങൾക്ക് തരാൻ ആവശ്യക്കാര് നിങ്ങളെ അന്വേഷിച്ചു വരും. അതാണ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഒരു വേക്കൻസി കാണുമ്പോൾ അതിലേക്ക് പോയിട്ട് ആ ജോലി ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് നമ്മളൊരു ടീച്ചിങ് ബ്രാൻഡ് ആവുക. നമ്മൾ ഓൺലൈൻ കരിയറിലേക്ക്, ഓൺലൈൻ ടീച്ചിങ് മേഖലയിലേക്ക് പ്രവേശിച്ച് അതെങ്ങനെയാണ്, അതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ തേടിയെത്തും. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേക്കൻസികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് 2 മാസത്തെയോ 3 മാസത്തെയോ മാക്സിമം 1 വർഷത്തെയോ ഒക്കെ വേക്കൻസി ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സംഭവം ആണെങ്കിലും, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അറിയുന്നത് ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും, അതിൽ നിങ്ങൾ പുലികളാണെങ്കിൽ നിങ്ങളെ തേടി ആളുകൾ എത്തും. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ്, അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെ അഡ്മിറ്റ് ചെയ്യാനും ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ ആയതുകൊണ്ട് മേ ബി ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെയും അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് കൂടി അറിയിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ വരികയാണ്. യെസ്, ഓക്കെ. ഇനി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ നടക്കുന്നുണ്ടാവില്ല കേട്ടോ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ്, തുടങ്ങാം. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ, ഇത് നമ്മളെ ഒരു വൺ മാൻ ഷോ അല്ല. ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ അത് കേട്ടിരിക്കുന്നു എന്നുള്ള പറയുന്ന ഒരു രീതിയല്ല കേട്ടോ. ഓക്കെ,
ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് വേണം പിന്നീട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ഒരു ക്ലാസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ എഴുതിയത് കണ്ടോ, 10 കൊല്ലമായിട്ട് 2014 ഇതേ കൊച്ചിയിൽ വെച്ച് 2014 ഓൺലൈനിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങിയതാണ്. 2024 എത്തി നിൽക്കുന്നു. അപ്പോൾ 10 വർഷത്തെ ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, യെസ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ്, അതായത് വോയിസ് ഒന്നും കൂടി ഹൈ ആക്കേണ്ട കാര്യമുണ്ടോ? എന്റെ വോയിസിനെ കുറിച്ച് അങ്ങനെ ആരും പറയാറില്ല. നിങ്ങളെ ഫോണിന്റെ വോയിസിന്റെ പ്രശ്നം ആവാനാണ് സാധ്യത. വോയിസ് ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ, വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? യെസ്, എന്റെ സൗണ്ട് കുറവാന്ന് ആരും പറയാറില്ല. യെസ്, ഒന്ന് കുറക്കോ എന്നാണ് പറയാറുള്ളത്. വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇതാ ഒരു 2024 ജനുവരി 1-ാം തീയതിയാണ് നമ്മുടെ ആപ്പ് ഈ പച്ചവെള്ളം പോലെ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ തന്നെ കേട്ടോ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ 2024 ജനുവരി 1-ാം തീയതിയാണ് നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഏകദേശം 10,000-ഓളം ഡൗൺലോഡ്സ് നമുക്ക് വന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ആപ്പ് നമ്മൾ വല്ലാണ്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മുടെ ക്ലാസ് ആവശ്യമുള്ള ആളുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, നമ്മളെ ആപ്പ് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡൗൺലോഡ്സിലേക്ക് നമുക്ക് എത്തിക്കായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. ഇനി നമുക്ക് ആദ്യം ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോവാട്ടോ. ഓക്കെ, യെസ്. ടീച്ചിങ് ജോബ് നോർമലി ഇപ്പൊ ഇതിൽ ടീച്ചർ ആവാ, ടീച്ചിങ് പാഷനേറ്റ് ആയ ആളുകളാണല്ലോ എന്റെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ LP സ്കൂളിലും UP സ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷനിലേക്കും നിങ്ങൾ പോകുന്ന സമയത്ത്, ഞാൻ 5 വർഷം കോളേജിലും മറ്റു ട്യൂഷൻ സെന്ററിലൊക്കെ പഠിപ്പിച്ച ആളായതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാണ്, എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? ഒരു ടീച്ചിങ് ഒരു പ്രൈവറ്റ് കോളേജിലോ ഗവൺമെന്റ് സെക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഓക്കെ, അതല്ലാത്ത അതിന് തൊട്ട് താഴെയുള്ള എല്ലാ ടീച്ചിങ് ജോബിന്റെയും ഒരു വലിയ പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പൈസ വളരെ കുറവാണ് അല്ലേ? ഡിഗ്രിയും PGയും സെറ്റും ടെറ്റും നെറ്റും ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിപ്പിക്കാൻ പോയാൽ 15,000-നും 20,000-ന്റെ ഇടയിൽ അല്ലെങ്കിൽ അതിന് താഴേക്കാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത് അല്ലേ? ആണോ? ഞാൻ പറയുന്നതിന് നിങ്ങൾ മറുപടി തരണേ. ഓക്കെ, ഒന്നാമത്തെ എന്ന് പറയുന്നത് വേജ് നമ്മുടെ നോളജിനനുസരിച്ചോ നമുക്ക് കിട്ടേണ്ടതിനനുസരിച്ചോ അപ് ടു ദ ലെവൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അധിക ജോലികളും ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഏപ്രിലും മെയ്യും നമ്മൾ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വെക്കേഷൻ സാലറി ഉണ്ടാവില്ല. അടുത്ത വർഷം ആവുമ്പോ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ജോലി അന്വേഷിച്ച് പോകണം, വേണ്ടേ? അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, വേണ്ടേ? അതുമല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് PSCക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കുത്തിയിരുന്ന് പഠിക്കണം. ഒരുപാട് പേർക്ക് കിട്ടും, പക്ഷേ കിട്ടാത്ത ആളുകളാണ് ഒരു 98% ആളുകളും അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ എല്ലാ ടീച്ചേഴ്സും, ഞാനും നിങ്ങളും ചിലപ്പോ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? ഞാൻ 2014 എന്റെ PG കഴിഞ്ഞത്. വയസ്സൊന്നും ആരും അളക്കണ്ട. 2014 എന്റെ PG കഴിഞ്ഞത്. MCAയിലായിരുന്നു PG കഴിഞ്ഞത്. അപ്പൊ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ആത്യന്തികമായ ലക്ഷ്യം. കഷ്ടപ്പെട്ടു. നെറ്റിന് വേണ്ടിയിട്ട് 1, 2, 3, 4 കൊല്ലം നെറ്റ് കോച്ചിങ്ങും പഠനവും ഒക്കെ ആയിട്ട് പോയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നീട് ഒരു 2-3 കൊല്ലം 37 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, ജോലി കിട്ടിയില്ല. അപ്പോ ആ വർഷങ്ങളിലൊക്കെ ഞാൻ എന്താണ് ഈ 15,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കാണ് തുടങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും വിലമതിക്കാത്ത രൂപത്തിലാണ് എന്റെ ടീച്ചിങ് ജോലി ഒരു 5 വർഷം ഞാൻ കൊണ്ടു നടന്നിരുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പിന്നീട് ഞാൻ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ജോബിലേക്കാണ് വരുന്നത്. 2019 യാദൃശികമായിട്ട് ഓൺലൈനിലെ ജോലി ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ സാലറി കുറവ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ട സാഹചര്യം, അലഞ്ഞു തിരിയണം, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വില നമുക്ക് നാട്ടിലില്ലാത്ത അവസ്ഥ, ഓക്കെ, ഇതെല്ലാം മാറി കിട്ടിയത് ഓൺലൈൻ ജോലിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ്. ഓക്കെ, എന്നാ പിന്നെ നാളെ മുതൽ ഓൺലൈൻ ജോലിയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ വെറുതെ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പോ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് വേജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ, ഇപ്പൊ ഓൺലൈനിൽ
നിങ്ങൾ ഒരു കരിയർ ഞാൻ പറയുന്ന പ്രകാരം ഞാൻ ഇവിടെ ഒരു 10 സ്റ്റെപ്പാണ് നിങ്ങളിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 സ്റ്റെപ്സ്. എത്രത്തോളം സമയം എന്ന് കിട്ടുമെന്ന് അറിയില്ല. ആ 10 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് 10ാമത്തെ സ്റ്റെപ്പിൽ 10ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, 10ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാലേ ലൈഫിൽ നിങ്ങൾ വേറൊരു ജോലി അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? പറഞ്ഞത് കേട്ടോ? ആരെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. യെസ്, ഇനി ആരും അഡ്മിറ്റ് ചെയ്യുന്നില്ല. യെസ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അതായത് ഞാൻ ആ പറഞ്ഞ 10 സ്റ്റെപ്പുകൾ നിങ്ങൾ സക്സസ് ആയിട്ട് പിന്നെ അത് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ ലൈഫിൽ പിന്നെ നിങ്ങൾ വേറെ ഒരു ജോലിയിലേക്കും പോകേണ്ടതായിട്ട് വരില്ല. അത്രയും കോൺഫിഡൻസോടെ പറയുന്നു, വേറെ ജോലിയിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല. അപ്പൊ ആ സ്റ്റെപ്സ് അത്ര എളുപ്പമാവില്ലല്ലോ. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട്, നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ ഫാമിലിയെ കണ്ടുകൊണ്ട്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ പഠിപ്പിച്ചുകൊണ്ട്, നമുക്ക് കുഴപ്പമില്ലാത്ത സാലറി കിട്ടിക്കൊണ്ട് ഉള്ള ജോലി ചെയ്യാനുള്ള അവസരത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്കുള്ള ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഓൺലൈൻ ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാ കടന്നു വരുന്നത്? ഓൺലൈനിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ കടന്നു വരുന്നത്? എനിക്ക് നിങ്ങളുടെ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓൺലൈൻ ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. അതായത് ഓൺലൈനിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു സ്വപ്നം എന്താണ്? അതൊന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യണം, എന്നാലേ ക്ലാസ് ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു ഇന്ററാക്ഷൻ വരണം, അപ്പോഴേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുള്ള എന്റെ അനിയത്തിയോട് ചോദിച്ചു, ഓൺലൈൻ ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് എന്താ വരുന്നത് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഇൻകം. ഓക്കെ, ഇനി വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം, കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് ജോലി ചെയ്യാം ഒന്നുമല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, ഓൺലൈൻ ടീച്ചിങ് വീട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്തു. ഓക്കെ, വീട്ടിലോ ഓഫീസിലോ എവിടെ ഇരുന്നെങ്കിലും ചെയ്തു. ഞാൻ എന്റെ ഓൺലൈൻ ജോലി എന്റെ ഓഫീസിൽ ഇരുന്നാണ് ചെയ്യുന്നത്. ടെൻഷൻ കുറവാണ്. ഓക്കെ, യെസ്. ഓൺലൈൻ ടീച്ചിങ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് പിക്ചർ എന്താ? അതായത് ഒരുവിധം ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഗൂഗിൾ മീറ്റ്, സൂം, ടീച്ച്മെന്റ്, ഇതിലൂടെയൊക്കെ കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാം എന്നുള്ളതാണ്. യൂട്യൂബ് അല്ലെ, യൂട്യൂബ്, ഗൂഗിൾ മീറ്റ്, സൂം, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാം എന്നുള്ളതാണ് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ മെത്തേഡ് എന്ന് പറയുന്നത് 10 വർഷം അല്ലെങ്കിൽ 5-8 വർഷം മുന്നേയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ഓക്കെ, ആ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഓക്കെ, പക്ഷേ അതിലേക്കാളൊക്കെ ഉപരി ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. കുറച്ച് കുട്ടികൾ, നമ്മുടെ കയ്യിലുള്ള കുട്ടികൾ, ഇപ്പൊ ഗൂഗിൾ മീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിലെല്ലാം ഉപരി വൈഡായിട്ട് ഈ ലോകത്തിന്റെ കോണിൽ എവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ ടീച്ചിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട്. കൊറോണ കാലത്തെ കോളേജുകളും സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയ സമയത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളതാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു 50 പേരോ 60 പേരോ ഉള്ള ക്ലാസ് മുറിയല്ല. ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ, ഏത് സ്റ്റുഡന്റിലേക്കും നമുക്ക് എത്താൻ, നമ്മുടെ ഐഡിയാസിനെയും നമ്മുടെ നോളജിനെയും എങ്ങോട്ടും എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എത്ര കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഫിനിറ്റി എന്നുള്ളതാണ് അതിന്റെ മറുപടി. അല്ലെ, എത്ര കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്തരം കുട്ടികളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്റെ അഭിപ്രായത്തിൽ ഈ 3 എണ്ണമാണ്. അപ്പോ ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ വലിയ രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഈ 3 എണ്ണമാണ്. ഇപ്പൊ എന്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ 3 എണ്ണമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, വളരെ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ പറയുന്നു, പച്ചവെള്ളത്തിൽ നമ്മൾ പുതുതായിട്ട് ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് തന്നെ ക്ലാസ്
ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാന് ക്വാളിഫൈഡ് ആയിട്ടുള്ള, ക്വാളിറ്റി ഉള്ള, സ്കില്ലുള്ള ടീച്ചേഴ്സിനെ നമ്മൾ അവസരം തരുന്നു. ഓക്കെ, അത് ഞാൻ ഒഫീഷ്യലി ഇവിടുത്തെ ലോഞ്ച് ചെയ്യാണ്, ഒഫീഷ്യലി നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓപ്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ അമേരിക്കയിലുള്ള ഒരു കുട്ടിക്ക് മാത്സ് ക്ലാസ് എടുക്കാൻ ഒരു ഓപ്ഷൻസ് നമുക്ക് ചോദിച്ചിരുന്നു. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി പടച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് ഒരാളെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ട്യൂഷൻസ് എടുക്കാൻ ഏതെങ്കിലും, നിങ്ങളിപ്പോ ഒരു ഡിഗ്രിയോ PGയോ BEd ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഇതിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള അവസരത്തിന് വേണ്ടിയിട്ട് പച്ചവെള്ളം ലിങ്കിങ് ബിറ്റ്വീൻ ദി സ്റ്റുഡന്റ് ആൻഡ് ടീച്ചർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരു ഓപ്ഷൻ തുറന്നു വെക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ 285 ആളുണ്ട്. ഈ 285 ആളുകൾക്കും ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഇനിയും ആളുകൾ നിങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ടീച്ചിങ് കമ്മ്യൂണിറ്റി വലുതാവുന്ന സമയത്ത് നിങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഇനിയും അതിലേക്ക് ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ ആളുകൾ കൂടുന്നതിനനുസരിച്ച് ജോലി സാധ്യതകൾ കുറയും. അതുകൊണ്ട് ഞാൻ ആരെ അതിലേക്ക് റെഫർ ചെയ്യുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. നിങ്ങൾ റെഫർ ചെയ്യണേ, നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ വലുതാക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷന് സാധിക്കണമെന്നില്ല. അതും പരമാവധി നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അത് ഒരു ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അതെന്താണ് പ്രയോറിറ്റി കുറച്ച് വെച്ചാൽ മതി നിങ്ങൾ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആപ്പിൽ അതിന് വേണ്ടിയിട്ടുള്ള ലോഗിനും കാര്യങ്ങളും ടീച്ചേഴ്സ് ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻസ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്യൂഷൻസ്, ഹോം ട്യൂഷൻസ്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ആളുകളൊക്കെ ഹോം ട്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു കളിയല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ രീതിയിലേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട്, നിങ്ങൾക്കും എനിക്കും ഒന്നിച്ചു പോകാൻ പറ്റുന്ന കുറെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ഇത് പ്രൈവറ്റ് ടീച്ചിങ് ഓപ്ഷൻസ് ഇൻ പച്ചവെള്ളം എന്നുള്ളതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഇതും കൂടെ നമുക്ക് പറയാം. ഈ 10 സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. പ്രൈവറ്റ് ടീച്ചിങ് ഓപ്ഷൻസ്, അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലെ, വി വിൽ കണക്ട് യു ആൻഡ് യുവർ സ്റ്റുഡന്റ്, എല്ലാ സബ്ജക്റ്റും, ഓൾ ഗ്രേഡ്സ്, എനിവെയർ, എനി ടൈം എന്നുള്ളതാണ്. യെസ്, ഇത് നമ്മളെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2011-14 ഞാൻ PG ചെയ്തത്. ഓക്കെ, PG ചെയ്യുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം ഒരു 6-7 ഹോം ട്യൂഷൻസും ഒരു 3ഓളം സെന്ററുകളിലും പോയിട്ട് ക്ലാസ് എടുത്തിരുന്നു, ട്യൂഷൻ എടുത്തിരുന്നു. പിന്നെ 1-2 ഓൺലൈൻ ട്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോ അന്ന് തുടങ്ങിയതാണ് ഈ ട്യൂഷൻ ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ഒരു വട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നാണ് കുറച്ചും കൂടി വട്ട് മൂത്തത്. അപ്പോ ഇതിൽ പിന്നെ ടീച്ചേഴ്സിനെ ഒരു ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഫാമിലിയുമായിട്ട് ഒരു ട്യൂട്ടർ, ഒരു വീട്ടിലേക്ക് ഒരാൾ ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവര് പാലിക്കേണ്ട മര്യാദ മുതലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല് മുതലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കില്ല് മുതലേ, എങ്ങനെ പുതിയ കുട്ടികളിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യണം, വിശദമായിട്ട് നമുക്ക് ഇവിടെ പറയാനുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മൊഡ്യൂളുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 10 മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമുക്കെല്ലാം ഒരു ഔട്ട്ലൈനിൽ പോവാം. ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ക്ലാസ്സുകളെ പിന്നീട് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞത് നമ്മൾ വേണ്ടി അവസരം ഒരുക്കുന്നു. അപ്പൊ താല്പര്യമുള്ള ആളുകളെ എന്ത് ചെയ്യുക, നമ്മുടെ പോർട്ടൽ ഓൺ ആവുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുക. റിക്വയർമെന്റിനനുസരിച്ച് നിങ്ങളെ കണക്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തത് യെസ്, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരമുണ്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ. എന്റെ ഓൺലൈൻ ടീച്ചിങ് കരിയർ തുടങ്ങുന്നത്, രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്റെ ഓൺലൈൻ ടീച്ചിങ് കരിയർ തുടങ്ങുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? www.teacheron.com എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഞാൻ ഈ ടീച്ചിങ് കരിയർ തുടങ്ങുന്നത് 2014. അപ്പോ ഇതെന്താ സംഭവം എന്ന് അറിയാത്ത കുറെ പേരുണ്ടാവും. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല. എന്നാലും ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ലോകത്തും ഇന്ത്യയിലും ഇത്തരത്തിൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. teacheron.com, eTutor World, Preplay,
check.com, vedantu.com ഇങ്ങനെ 100 കണക്കിന് വെബ്സൈറ്റുകള് നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാ, രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ജോലി കിട്ടുമായിരിക്കും അല്ലേ. ഇതിലെല്ലാം ഉണ്ടല്ലോ ഒരു ക്ഷമ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലാത്തതും അതാണ്. പോവാ കിട്ടുക, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രൂപത്തിൽ നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഓരോരുത്തർ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഒട്ടും ക്ഷമയില്ല അല്ലെ. ഒരു 90s കിഡ്സ് വരെയൊക്കെ കുറെയൊക്കെ ക്ഷമയുണ്ടാവും. യെസ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ്, പിള്ളേർക്ക് ക്ഷമ എന്ന് പറയുന്ന കാര്യം, ഇതിന് കുറച്ച് പണിപ്പാടുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത പിറ്റത്തെ ദിവസം മുതൽ തന്നെ നമുക്കങ്ങ് ജോലി കിട്ടുമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ teacheron.com വളരെ ഞാൻ 14-13 ഇതിന് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോഴും എനിക്ക് റയർലി കോൾ വരാറുണ്ട്, ഇന്ന കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഇതിപ്പോ ഞാനൊരു 5-6 എണ്ണം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ 100 കണക്കിന് വെബ്സൈറ്റുകൾ ഉണ്ട്. ഈ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ക്ലാസ് വേണോ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഇത്തരം JenCVS, യെസ്, ഇത് ഞാൻ ഈ PPT നമ്മൾ ഗ്രൂപ്പിലിടും കേട്ടോ. ഈ PPT ഗ്രൂപ്പിലിടും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ മാത്രം പരിചയപ്പെടുത്തുന്ന, അതിൽ എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കിട്ടും, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണോ? നമുക്ക് ചെയ്യാം, പിന്നീട് ചെയ്യാം. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഈ teacheron.com ഞാൻ ഇതെങ്ങനെയാ എത്തുന്നത്? ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, ഹൗ ടു ബിക്കം എ ടീച്ചർ ഇൻ ഓൺലൈൻ. 10 വർഷം മുന്നെയാണ്. അടിച്ചു നോക്കി, ഒരുപാട് സൈറ്റുകൾ വന്നു. ക്ലിക്ക് ചെയ്തു, ലോഗിൻ സൈൻ അപ്പ് ചെയ്യുക, പേര് കൊടുക്കുക, ക്വാളിഫിക്കേഷൻ കൊടുക്കുക, ഏതൊക്കെ സബ്ജക്റ്റുകൾ എടുക്കാൻ പറ്റുന്നുള്ളത് കൊടുക്കുക, അവർലി റേറ്റ് എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് കൊടുക്കുക, നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റും, ഓഫ്ലൈൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ സൈറ്റിലൊക്കെ ഉള്ളത്. ഇതൊക്കെ കൊടുത്തിട്ട് കണ്ടമാനം സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങളുടെ കണ്ടന്റുകൾ സ്ട്രോങ് ആയിട്ട്, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ എടുക്കാനുള്ളത് ആ കണ്ടന്റ് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക, 1-2 യൂട്യൂബ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്സോ ചെയ്ത് വെക്കുക. എപ്പോഴും ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, യെസ്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോൾസ് വരും. ഇതിവിടെ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആള് ആയിരിക്കില്ല ചിലപ്പോൾ വിളിക്കുക, അമേരിക്കയിൽ നിന്നായിരിക്കും വിളിക്കുക, ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും വിളിക്കുക. അവിടെയുള്ള അവർ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചിലപ്പോൾ ഒരു മാസം ക്ലാസ് എടുത്താൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പോ കാരണം ഇന്റർനാഷണലി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈ മലയാളികൾ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ കാനഡയിലും UK-യിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെയൊക്കെ ഫാമിലി ആയിട്ട് പോകുന്ന ആളുകളുടെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് ഇന്ത്യൻ സ്കൂളൊന്നും അവിടെ കിട്ടാനില്ല. പക്ഷെ ഇന്ത്യൻ സ്കൂളുകൾ അവരവിടുന്ന് ട്യൂഷനായിട്ട് ഇവിടുന്ന് റിക്വയർമെന്റ് വെച്ചിട്ട് പഠിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? അങ്ങനെയുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവസരങ്ങൾ കൂടുന്നേ ഉള്ളൂ. ഓക്കെ, അവസരങ്ങൾ കൂടുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. അതിലൊരു വെബ്സൈറ്റ് ആയിട്ട് ഇൻഷാ അള്ളാഹ് പച്ചവെള്ളം മാറട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പണികളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റുഡൻസിനെ സപ്ലൈ ചെയ്യാൻ വെബ്സൈറ്റ് വഴിയും നമ്മൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ തരുന്നത് അത് ലിമിറ്റഡ് ആയിരിക്കും, എല്ലാവർക്കും ഒന്നും കിട്ടൂല. രണ്ടാമത്തത് നിങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അതേ ക്ഷമയോടുകൂടി നമ്മൾ അതിനുവേണ്ടി നമുക്കൊരു ക്ലാസ് എക്സ്ട്രാ ചെയ്യാം കേട്ടോ. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, കാര്യമായിട്ട് തന്നെ അതിൽ ഇരിക്കുക, അന്വേഷിക്കുക. ഇതിലെങ്ങനെയാണെന്ന് അറിയാം, നിങ്ങളെ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. ഓൺലൈൻ കെമിസ്ട്രി ട്യൂട്ടർ നീഡഡ് ഇൻ അൽ യാസ്മിൻ. ഇതെവിടെയാ? സൗദി അറേബ്യയിൽ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി 11ാം ക്ലാസ്സിലെ +1 ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കണം. ഓക്കെ, ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ, ഉച്ചയ്ക്ക് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അപ്പൊ വന്നതാണ്. അപ്പൊ ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരാളെ റിക്വയർമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ആദ്യം സൗജന്യമായിട്ട് കുറച്ച് കോൺടാക്ട് നമ്പേഴ്സ് കിട്ടും. പിന്നീട് എല്ലാവരും ബിസിനസ് ആയിരിക്കുമല്ലോ, കുറച്ച് നമ്മളെ ഒരു പിന്നെ 500 രൂപയോ 1000 രൂപയോ ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോൺടാക്ട് ലിസ്റ്റ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോ ഇതുപോലെയുള്ള ജെനുവിൻ ആയിട്ടുള്ള സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്താം. അബദ്ധത്തിൽ ചെന്ന് ചാടരുതേ. ജെനുവിൻ ആയിട്ട് ഈ ടീച്ചറോണൊക്കെ ഒരുപാട് വർഷമായിട്ടുള്ളതാണ്. വളരെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്യൂഷൻസിനുള്ള അവസരം കിട്ടും. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഒന്ന് നമ്മൾ തരുന്നത്, രണ്ടാമത്തത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരാം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. ടീച്ചറോണിൽ നിന്ന് ഇപ്പോഴും കോള് വരാറുണ്ട്. ഒരു 3 മാസം മുന്നേ വരെ കോള് വന്നിട്ടുണ്ടായിരുന്നു.
കാരണം നമ്മുടെ പ്രൊഫൈൽ അവിടെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്യാൻ, ഞാൻ മലപ്പുറമോ കൊച്ചിയോ അങ്ങനെ എന്താണ് കൊടുത്തിരുന്നെന്ന് തോന്നുന്നു, ലൊക്കേഷൻ വൈസ് പിന്നെ എന്ത് ചെയ്യാം, ഇത് നോക്കുന്ന ആളുകൾ, ഈ ടീച്ചർ ഓണിൽ നിന്ന് മാത്രം കുട്ടികളെ അല്ലെ ടീച്ചേഴ്സിനെ എടുത്ത് ക്ലാസ്സുകൾ കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനും സബ്ജക്റ്റ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ റാങ്കിങ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സെർച്ചിൽ ഫസ്റ്റ് വരുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, നിങ്ങൾക്ക് കോൾസ് വരും. ഓക്കെ, യെസ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അതോ ഞാൻ പറയുമ്പോ മനസ്സിലാവുന്നില്ലേ? യെസ്, ഇങ്ങനെ. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു മൊഡ്യൂളായിട്ട് നമ്മൾ വന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ രണ്ടാമത്തത്, മൂന്നാമത്തെ കാര്യമാണ്, ഒന്നും രണ്ടും ശാശ്വതമല്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തല്ല, ശാശ്വതമായ കാര്യമല്ല. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പൊക്കോട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയ്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഒന്നാമത്തേതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. രണ്ടാമത്തേത് ആ സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക, അവിടെ എങ്ങനെയാണ് നമുക്ക് പിന്നെ കുട്ടികളെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വേറെ ക്ലാസ്സുകളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനൊരു ഓവറോൾ ഐഡിയ തരികയാണ്. ഓക്കെ, യെസ്. മൂന്നാമത്തേതാണ് യു ബിക്കം എ ടീച്ചർ ബ്രാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പുകളിലെല്ലാം പറയുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അതായത് നിങ്ങളെ അന്വേഷിച്ച് ആളുകൾ ഇങ്ങോട്ട് വിളിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സബ്ജക്ട്സ് ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ഹിന്ദി, വെരി ഗുഡ്. ഹിന്ദിയൊക്കെ നല്ല ഓപ്ഷൻസ് ഉള്ളതാണ്, സാധ്യതകൾ ഏറെ ഉള്ളതാണ് ഹിന്ദിയൊക്കെ. മാത്സ്, മലയാളം, സയൻസ്, ഫിസിക്സ്, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ, ബയോളജി എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ? ഷോർട്ട് ഹാൻഡോ? ആഹാ, ആവശ്യമുണ്ടല്ലോ. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ജോഗ്രഫി, മാത്തമാറ്റിക്സ്. ഓക്കെ, കൊമേഴ്സ്. LDO അതെന്താ? ഓക്കെ, അപ്പോ പല 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 സബ്ജക്റ്റിലുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളെ അന്വേഷിച്ച ആളുകൾ വരേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റിലുള്ളതല്ല നിങ്ങളുടെ സ്കില്ല്. ആണോ? നിങ്ങൾ പറ. നിങ്ങളെ ഡിഗ്രിക്ക് പഠിച്ചതോ നിങ്ങൾ PG ക്ക് പഠിച്ചതോ അത് തന്നെ ആവണം എന്നുണ്ടോ നിങ്ങളുടെ സ്കില്ല്? ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. BSc മാത്സ് കഴിഞ്ഞ ആളുകൾ ചിലപ്പോൾ ട്യൂഷൻ സെന്ററിൽ ഇംഗ്ലീഷ് ആയിരിക്കും പഠിപ്പിക്കുന്നത് അല്ലെ? അപ്പോ നമ്മൾ സർട്ടിഫിക്കറ്റ് ഇതിൽ ഈ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല. നമ്മുടെ സ്കില്ലിനാണ് ഇവിടെ വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് സ്കിൽഡ് ആയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാം. നമ്മൾ ആരെ ഇവിടെ കബളിപ്പിക്കാൻ പറ്റില്ല. ഓഫ്ലൈനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അയാൾക്ക് ആ സബ്ജക്റ്റ് അറിയോ ഇല്ലയോ എന്നുള്ളത് അല്ലെ? മനസ്സിലാവൂലേ? നിങ്ങൾ സത്യം പറ. എന്റെ പിള്ളേർ ഇവിടെ ഉണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ ഇവിടെ ഉണ്ട് അല്ലെ? നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്കത് അറിയോ ഇല്ലയോ എന്നുള്ളത്. ടീച്ചർക്ക് നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലേ? മനസ്സിലാവും. അപ്പൊ നമുക്ക് ആരെയും കബളിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇതിൽ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു സ്ട്രോങ് ആയിട്ടുള്ള നോളജ് വേണം, അതിലൊരു സംശയമില്ല. അത് ഏതാന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റോ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് സബ്ജക്റ്റ് ആവാം, ഒരു ഐഡിയ ആവാം. ഓക്കെ, അത് ഓഡിയൻസിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യാം. എനിക്ക് ഒരു കാര്യത്തെ കുറിച്ച് നല്ല അറിവുണ്ട്, പക്ഷെ അത് ആർക്കും ക്ലാസ് എടുക്കാൻ ആർക്കും വേണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അത് ഒഴിവാക്കുക. ആളുകൾക്ക് ആവശ്യമുള്ള നീഡ്സിനനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്കെയിലബിലിറ്റിയെ കുറിച്ച് ആലോചിക്കുക. എന്താ അത്? അതായത് അത് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു തോട്ട് ഉണ്ടാവും. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ആലോചിക്കണം.
പിന്നെ കോമ്പറ്റേറ്റേഴ്സ് സ്ട്രാറ്റജീസ്, അത് പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് പഠിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ എത്ര രൂപയ്ക്കാണ് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യുന്നത്, ഓക്കെ, അത് ഏത് രൂപത്തിലാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, വേണ്ടേ? അല്ലാതെ നമ്മളെ ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കോമ്പറ്റീറ്റർ അതിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പിന്നെ രീതിയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്തതൊക്കെ വെറുതെയാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള പാഷനെ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഓഡിയൻസിന് ആവശ്യമുള്ള സ്കില്ലാണോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അത് വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആരെങ്കിലും മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ആ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സ്കില്ലില്ല, നിങ്ങൾക്ക് ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല. അറിഞ്ഞാലല്ലേ സ്കെയിലബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. അത് അറിയേയില്ല. ഓക്കെ, തീരുമാനിക്കാതെ എന്ത് കോമ്പറ്റേറ്റർ, സ്കില്ലില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അല്ലെങ്കിൽ മൂന്നാമത്തെ ടോപ്പിക് ആണല്ലോ ഇത്. മൂന്നാമത്തെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ 14 മുതൽ 19 വരെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുകയായിരുന്നു ഞാൻ. ഓക്കെ, എന്റെ സ്കില്ല് അതായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? എന്റെ സ്കില്ല് അതായിരുന്നു. എന്ത്? കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുക, DVMSും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഇതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ സ്കില്ല്. എനിക്ക് അറിയുന്ന നോളജ് എന്ന് പറയുന്നത് അതായിരുന്നു. പക്ഷേ എന്റെ ഓഡിയൻസിനെ ഞാൻ തിരിച്ചറിഞ്ഞത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് 2019 ഓക്കെ, അതായത് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് എന്താ പറയാ, അത്രത്തോളം ഒരു അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ഗവൺമെന്റ് ജോലി കിട്ടിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് PSC പോലുള്ള പരീക്ഷകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുന്നു. ആ ഏരിയയിൽ ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നു, കുത്തിയിരുന്ന് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. 2014 മുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുത്ത് വീട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചു, മാർക്ക് ചെയ്തു. ഇന്ന ടോപ്പിക് ഒക്കെയാണ് PSC ചോദിക്കാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ സബ്ജക്റ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ കൊടുക്കുന്നു, അവരിലേക്ക് എത്തിക്കുന്നു. അടുത്ത പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ എന്റെ ഓഡിയൻസിനെ ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ സ്കില്ലിനെ ഞാൻ പോളിഷ് ചെയ്തു. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ടീച്ചറായിട്ട് ഈ ക്ലാസ്സിൽ താല്പര്യത്തോടുകൂടി ഈ ക്ലാസ്സിലേക്ക് വന്നതാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇല്ലേ? പറ. ഉണ്ട്. യെസ്. ഇനി അത് കണ്ടെത്താൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് തരാന്ന് പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു ക്ലാസ്സും കൂടെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റ് പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഈ ട്യൂഷൻസ് കൂടാതെ, കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടാതെ, അതിലുള്ള പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ്, അതായത് ഇപ്പൊ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതത് സബ്ജക്ട് എക്സ്പേർട്സിനെ വെച്ചിട്ട് നമുക്ക് ഓരോരോ ക്ലാസ്സുകളും സെഷൻസും പ്ലാൻ ചെയ്യാം. അതൊക്കെ നമ്മൾ ഭാവിയിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൊമേഴ്സ് ഒരു പിന്നെ ഫാക്കൽറ്റി ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൊമേഴ്സിൽ ഇത്തരത്തിലുള്ള നോളജ് ഉള്ള ആളെ ഒപ്പം ഇരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ പൾസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അതിന് പച്ചവെള്ളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. അതങ്ങ് മനസ്സിലാക്കുന്ന അവിടെ ഉണ്ടല്ലോ, ലൈഫിൽ നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റ് എടുത്തു എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്ലാസ് എടുക്കാനുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ ടേണിംഗ് പോയിന്റിലേക്ക് ഞാൻ എത്തുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റിൽ, നിങ്ങളുടെ പിന്നെ സബ്ജക്റ്റിൽ, നിങ്ങളുടെ ഐഡിയയിൽ, നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇവിടെ ക്ലാസ് ആത്മാർത്ഥതയോടുകൂടി കേൾക്കുന്ന ആളുകളോട് പറയുന്നു. ഓക്കെ,
അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇനി ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം, ബാക്കി നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഞാൻ ബിൽഡ് ചെയ്ത എന്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ പറയും, എന്താണ്? പച്ചവെള്ളം. പച്ചവെള്ളം പോലെ പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര്. അതിന് നിങ്ങൾ നല്ലൊരു പേര് സെലക്ട് ചെയ്യാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുക. കാരണം ഇതൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് അല്ലെ, ഓൺലൈനിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിൽ കൂടുതൽ പേരും ടെലഗ്രാം ആണ് ഫോക്കസ് ചെയ്യുക. ഇനി മറ്റു കാര്യങ്ങൾ ട്യൂഷൻസും റിലേറ്റഡ് ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പോ വാട്സപ്പ് ചാനലോ ആണ് നിങ്ങൾ അതിനു വേണ്ടി മുന്നിട്ട് വെക്കേണ്ടത്. അപ്പൊ ഏതാണോ സബ്ജക്റ്റ്, എന്താണ് ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലും ഓഡിയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒരു കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നതിനെ കുറിച്ച്. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്നും ആദ്യം തന്നെ തുടങ്ങണമെന്നില്ല കേട്ടോ. വാട്സപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കമ്മ്യൂണിറ്റി തുടങ്ങുക. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ ഇംഗ്ലീഷിന്റെ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് തറ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഉദാഹരണം പറയുകയാണെ, ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു വാട്സപ്പിൽ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫൗണ്ടേഷൻസ് ആണ് ഇതിൽ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. കുറച്ച് ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ക്വസ്റ്റ്യൻസും പോളുകളും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് മിനിമം നിങ്ങൾക്ക് 100 പേര് അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലേ ഒരു വർഷം കൊണ്ട് അത് 1000 ആവും. 10 വർഷം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ സ്കില്ല്, ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്ന മൊമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ പകുതി കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവിടെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേര് തെരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഏത് കമ്മ്യൂണിറ്റിയാണ് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് തെരഞ്ഞെടുക്കുക. അതില് നിങ്ങൾ ഫ്രീ ആയിട്ട് 5ാമത്തെ സ്റ്റെപ്പിലും അത് തന്നെയാണ് പറയുന്നത്, ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് കൊടുക്കുക, യൂട്യൂബ് സെഷൻസ് കൊടുക്കുക. അതിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതാണോ മേഖല അതിന് ആവശ്യമായിട്ടുള്ള പോൾസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ വെക്കുക. കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, യെസ്, അത് ഓട്ടോമാറ്റിക്കലി ഞാൻ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ അപ്പ്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്ന നെഗറ്റീവ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ഇറങ്ങി, നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഈ 5ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കൂളായിട്ട് ക്രാക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 5ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കൂളായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ഓഡിയൻസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക? അത് തുടങ്ങിക്കൊള്ളുക. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ് എന്നെ തല്ലും എന്തോ. നമ്മളെ മലയാളത്തിന്റെ മിസ് അറിയില്ലേ, നിഷ മിസ് ഇതുവരെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മിസ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 1-2 വർഷമൊക്കെ മലയാളത്തിന്റെ ക്ലാസ് എടുക്കുന്ന മിസ്സിനെ അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഓക്കെ, മിസ് അൺഅക്കാഡമിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ പച്ചവെള്ളത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പലയിടത്തും ക്ലാസ് എടുക്കുന്നുണ്ട്. മിസ് ഇതുവരെ സ്വന്തമായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കട്ട സപ്പോർട്ട് കൊടുത്തു. ഇപ്പൊ ഇതാ 1 മാസമായിട്ടില്ല, 10-20 ദിവസമായിട്ടുള്ളൂ, 1000 കഴിഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, അമ്മ മലയാളം അല്ലെ. ഓക്കെ, അത് നമ്മൾ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ആ തീരുമാനിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ മൊമെന്റ് ഉണ്ടല്ലോ, 3ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ മൊമെന്റ്, അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ ഇനി മിസ് വെച്ചടി കയറ്റായിരിക്കും. ഇനി മിസ്സിനെ വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഇട്ട് തരാം, ഒന്ന് ക്ലാസ് കണ്ടിട്ട് അഭിപ്രായം പറയൂ, എന്നിട്ട് വിളിച്ചാൽ മതി എന്ന് മിസ് പറയും. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പറയും കേട്ടോ. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കണ്ടന്റിനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് കാണിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പറ്റുന്നത്രയും ഫ്രീ ആയിട്ട് തന്നെ ആദ്യം തന്നെ ഞാനൊരു കോഴ്സ് തുടങ്ങുന്നു, ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് അത് സെല്ല് ചെയ്യാനൊന്നും നിൽക്കരുത്. നമുക്ക് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ത് ചെയ്യുക? ആദ്യം നല്ല രീതിയിൽ ചെയ്യുക. ഇതിലെല്ലാം ഷോർട്ട് കട്ടുകളില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, പറ്റിക്കലുകളില്ല. ഓക്കെ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിൽ ഉണ്ടെങ്കിൽ അയാൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും എന്തില്ല, യെസ്, വളരെ ക്വാളിറ്റിയുള്ള, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ, തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, 5ാമത്തെ സ്റ്റെപ്പ് വരെ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ആ പോയിന്റ് നീ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കുക. ഏത് ആ 3ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഏത് സബ്ജക്ട്, ഏത് സ്കിൽ, ഏത് ഓഡിയൻസ്, ആ പോയിന്റ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഇരുന്ന് ആലോചിച്ചാലായിരിക്കും കിട്ടുക. സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ക ആയിക്കോണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇത്രയും ആയി കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യണം? അപ്പൊ കമ്മ്യൂണിറ്റി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി ബിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് യെസ്, 6ാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ സൈക്കോളജിക്കൽ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് പിന്നെ ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അതായത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പുലികളായ ആളുകളുണ്ട്. കുറച്ച് പേര് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ്സിൽ പുലികളായ പലരെയും നമ്മൾ പച്ചവെള്ളത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഞാൻ പരാജയപ്പെട്ടവരുണ്ട്. കാരണം അവർ ഈ കുട്ടികളെ കണ്ണിൽ നോക്കി ഇങ്ങനെ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. പക്ഷെ ഓൺലൈനിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നേരെ മറിച്ച് അതൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. പറയുന്നക്ക് എന്താ പറയാ, ഒരു എനർജി ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, കമന്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, നിഷാ മിസ്, അമ്മ മലയാളം, യെസ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു എനർജിയാണ്. അതേപോലെയാണ് ഇത് കേൾക്കുന്ന ആളുകൾക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. അത് ഞാൻ എഴുതി വെച്ചത് ഇപ്പൊ എത്ര എന്ന് വെച്ചാൽ 38 അപ്പൊ അതൊന്നും കൂടി എല്ലാം കൂടി ഇവിടെ പറയാനുള്ള സമയം നമുക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ക്വാളിറ്റി ഉള്ള കണ്ടന്റുകളെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. യൂട്യൂബിലും ടെലഗ്രാമിലും പിന്നെ വാട്സപ്പിലും ഒക്കെ ആയിട്ട് കണ്ടന്റുകൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന രൂപത്തിലായിരിക്കില്ല വേറൊരു ടീച്ചർ എക്സ്പ്രസ് ചെയ്യുക. അത് വളരെ നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ വളരെ പിന്നെന്താണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഡിപ്പെൻസ് കേട്ടോ. യെസ്, ഓക്കെ. ഇപ്പൊ ഈ ഇത്രയും പറയുന്ന ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു വലിയ സംഭവമാണ് അല്ല. നമ്മുടെ എക്സ്പീരിയൻസ്, ചെറിയ എക്സ്പീരിയൻസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നേക്കാൾ കൂടുതൽ ഓൺലൈനിൽ ഈ പറയുന്ന സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ നോക്കാൻ പറ്റുന്ന എത്രയോ ടീച്ചേഴ്സ് എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, യെസ്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ടെക്നിക്കലിയും നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് 7ാമത്തെ സ്റ്റെപ്പിൽ. ഓക്കെ, നിങ്ങൾ OBS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? OBS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പറയൂ. യെസ്, സത്യം പറഞ്ഞാൽ മതി, ഉണ്ടോ ഇല്ലയോ? OBS കുറെ പേര് കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടുണ്ട്, കുറെ പേര് കേൾക്കാത്ത ആളുകളാണ്. ഓക്കെ, അതായത് നമ്മളെ യൂട്യൂബ് ക്ലാസ് എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും, ഞാനിപ്പോ എന്റെ ക്ലാസ് ഇപ്പുറത്ത് വേറൊരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് OBS വെച്ചിട്ട്. അപ്പൊ ഇത്തരത്തിൽ കണ്ടിട്ടില്ലേ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു, അവിടെ വട്ടത്തിൽ ഒരാൾ പിന്നെ ടീച്ചേഴ്സിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അവിടെ വട്ടത്തിൽ ഉണ്ടാവും, ഇവിടെ സ്ലൈഡൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയണം. പിന്നെ ചിലരെ കണ്ടിട്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കളർ ആയിരിക്കും, എന്നിട്ട് അയാളുടെ തല മാത്രം എങ്ങനെ കാണും, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ സ്ലൈഡിൽ തന്നെ ഇറങ്ങി കാണാറില്ലേ? യെസ്. അപ്പൊ അങ്ങനെയുള്ള കുറേ ടെക്നോളജീസും കുറേ അധികം സോഫ്റ്റ്വെയർസും കുറേ അധികം ഹാർഡ്വെയർസും നമ്മൾ പരിചയപ്പെടാനുണ്ട്, ഇല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് തന്നെ, യെസ്, ഇവിടെ ഞാൻ ഇങ്ങനെ മൗസ് ആക്കുന്നത്, ഇത് PPT ആയതുകൊണ്ട് ഇവിടെ ഈ സോഫ്റ്റ്വെയർ എത്ര പേർക്ക് അറിയാം? അതായത് നോർമൽ നമ്മൾ ഏതെങ്കിലും ബ്രൗസറിൽ PDF ഓപ്പൺ ആക്കി കഴിഞ്ഞാല് ഇവിടെ പെന്നിന്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെ? ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതെങ്ങനെയാ എഴുതുക, അല്ലെ? യെസ്, ഇതെങ്ങനെ എഴുതുക? യെസ്, അതായത് PDF എടുക്കുക, ഇതിനകത്ത് ഇങ്ങനെ ഒരു ടൂൾ, ഇങ്ങനെ ഒരു പെൻ ടാബ് ഉണ്ട്, കുറച്ച് പഴയ സാധനമാണ്. യെസ്, ഇങ്ങനെ ഒരു പെൻ ടാബ് ഉണ്ട്, കണ്ടോ നിങ്ങള്? യെസ്, ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, ഇതുപോലെ ഐപാഡുകളും പെൻ ടാബുകളും അങ്ങനെയുള്ള കുറെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാവുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? യെസ്. 6ാമത്തെ സ്റ്റെപ്പില് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്രോച്ചസും ക്വാളിറ്റി ക്ലാസ്സുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ടെക്നോളജീസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം അട്രാക്റ്റീവ് ആകും. ഇപ്പൊ ഞാൻ നോർമലി ഇപ്പൊ എന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ശബ്ദം ക്ലിയർ അല്ലേ? നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുന്നില്ലേ?
ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇവിടെ ഒരു മൈക്രോഫോൺ, ഇത് കഴുത്തിലിടാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ, ഇത് ഈ മൈക്രോഫോൺ യൂസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി, ശബ്ദത്തിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ കൂടും. അപ്പൊ ഈ ക്ലാരിറ്റി അടക്കം ആ ക്ലാസിന്റെ ക്വാളിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് എന്റെ മൈക്രോഫോണിന്റെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോ മൈക്ക്, അതുപോലെ തന്നെ വീഡിയോ, വെബ് ക്യാമറ, അതുപോലെ തന്നെ ഈ പെൻ ടാബുകൾ, ഇങ്ങനെയുള്ള കുറെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ, ഇതൊന്നും വലിയ പൈസയൊന്നും ആവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ പൈസക്ക് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന കാര്യങ്ങൾ വരെ ഇവിടെ ഉണ്ട്. പൈസ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ വാങ്ങാലോ. ആദ്യം നമുക്ക് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇതൊന്നും വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെലവിൽ തന്നെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഇപ്പൊ തന്നെ വേണ്ടതേ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ബിൽഡ് ആയിട്ട് മതി. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം അതിനെ എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. യെസ്, ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ക്വാളിറ്റിയില് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഏതൊക്കെ രൂപത്തിൽ കുട്ടികളിലേക്ക് എത്താൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിനെല്ലാം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഈ 9ാമത്തെ സ്റ്റെപ്പും കൂടെ ആയി കഴിഞ്ഞാല്, ഈ 9ാമത്തെ സ്റ്റെപ്പിലേക്കും കൂടെ എത്തിക്കഴിഞ്ഞാല്, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, സ്റ്റെപ്പിലേക്കും കൂടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ പിന്നെ ആലോചിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ ആലോചിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, യെസ്, ഞാൻ 10 വർഷം കൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയത്. ഇപ്പൊ ഞാൻ ദൈവം സഹായിച്ച് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഒരുപാട് പേരെ പച്ചവെള്ളത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ 27 സ്റ്റാഫുകൾ നമുക്കുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, 27 സ്റ്റാഫുകൾ ഉണ്ട്. ഇവിടെ 10ാമത്തെ സ്റ്റെപ്പിന്റെ തുടക്കത്തിലാണ് ഞാനുള്ളത്. സക്സസ് ആവില്ല എന്നുള്ളതൊക്കെ പഠിച്ചോ തീരുമാനിക്കും. പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, നമ്മൾ 100% ഇട്ടുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും. വളരെ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന വലിയ ചെലവുള്ള പണിയാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് കുട്ടികളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഈ 9ാമത്തെ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ 6ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൾസ് വരും. 6ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൾസ് വരും. ഓക്കെ, ഓരോരോ സ്ഥലത്ത് പഠിപ്പിക്കാനുള്ള കോൾസ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് 1, 2, 3, 4, 5 വളരെ വൃത്തിയായിട്ട് ചെയ്ത് അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ഓരോരോ സ്റ്റെപ്പിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചോദിക്കാം. എനിക്ക് അറിയുന്ന നോളജുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ആ രൂപത്തിലെ 6ാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, കോൾസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ 10ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ്, യെസ്, അപ്പോ അത്രയും കോൺഫിഡന്റോട് കൂടി നിങ്ങൾ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതും എന്താ ഫൈനൽ അല്ല, ഇതിന്റെയും അപ്പുറത്തേക്ക് കുറെ അധികം കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ 3ാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങളെ എന്താണ് ഡിസിഷൻസ് എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് 10 വരെ എത്താൻ ഒരു പണിയും ഉണ്ടാവില്ല. യെസ്, ഇപ്പോ ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, എന്താണ്, യെസ്, ഞാനിത് എന്റെ അനുഭവമാണ് ഈ പറയുന്നത് കേട്ടോ. 2014 തന്നെ എന്റെ മനസ്സിലുള്ള പ്ലാൻ ആണ് ഇപ്പൊ ഈ 2024 ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് എന്നെ പോലെ ഒരാൾക്ക്, സാധാരണക്കാരനായ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ ഹിന്ദി അറിയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഹിന്ദി അറിയുന്ന, ഞാൻ ഹിന്ദി അറിയുന്ന ആളാണെങ്കിൽ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്,
ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകളിലേക്ക്, വെറൈറ്റി ആയിട്ടുള്ള പോയിന്റുകളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു പറയുന്ന ആ സ്കില്ല് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തിരിച്ചറിയുക, അതിന് വേണ്ടിയിട്ട് ആലോചിച്ചുള്ള, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്ന്, പച്ചവെള്ളത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അപ്പോ ആദ്യത്തെ 2 സ്റ്റെപ്പുകളെ നമ്മൾ എന്താണ് അങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നുണ്ട്, അതിനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയാം. ഇത്തരം സൈറ്റുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി എടുത്തു, അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാറേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്, അതങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകുന്ന കാര്യങ്ങളാണ്. അതിന് ഓരോ സ്റ്റെപ്പിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇപ്പോ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ കൂടി, അയ്യോ പോയോ, 1-2 കാര്യങ്ങൾ കൂടി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പച്ചവെള്ളം ടോക്സ് വിത്ത് ആസിഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. ഓക്കെ, യെസ്, പച്ചവെള്ളം ടോക്സ് ബൈ ആസിഫ്. ഓക്കെ, അതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഈ വെബ്സൈറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, കമ്മ്യൂണിറ്റി മാനേജ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, യൂട്യൂബിൽ ലൈവ് പോകാൻ അറിയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ലിമിറ്റഡ് ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ പറയുന്ന നമ്മുടെ അതിന്റെ ലിങ്ക് ഇവിടെ വെക്കാൻ മറന്നുപോയി. പച്ചവെള്ളം ടോക്സ് ബൈ ആസിഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം 50 സബ്സ്ക്രൈബേഴ്സോ നമ്മളെ ഗ്രൂപ്പിൽ ഒന്ന് ലിങ്ക് ഇട്ടാൽ മതി. ഞാനൊരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 50 സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആക്കിക്കൂടെ? സിമ്പിൾ ആയിട്ട് ആക്കിക്കൂടെ? അതിനാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾക്കുള്ള ഓപ്ഷൻസ്, നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ആ ഗ്രൂപ്പിലുള്ള, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങളുടെ തൊട്ടടുത്ത കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ വന്നിട്ട് ക്ലാസ് എടുക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യണം, വലുതാക്കണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചാനൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നമ്മുടെ നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. യെസ്, അറിയില്ലെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. 7510116655 എന്ന് പറയുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ചാനലിലെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഷെയർ ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ചാനലുള്ള ആളുകൾ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, ഈ പറയുന്ന 4ാമത്തെ സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പിലുള്ള കാര്യങ്ങളും 6ാമത്തെ സ്റ്റെപ്പിലുള്ള കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. ഓക്കെ, റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. യെസ്, ഓക്കെ, അതൊക്കെ നമ്മൾ അടുത്ത ലെവലുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും കേട്ടോ. യൂട്യൂബ് ചാനലിന്റെ പേര് പച്ചവെള്ളം ടോക്സ് ബൈ ആസിഫ്. അതിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും റിലേറ്റഡ് ആയിട്ടുള്ള, കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, എഡ്യൂക്കേഷൻ ടോക്സ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. പച്ചവെള്ളം BSc എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ചാനലുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, അപ്പോ ആ ചാനല് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ആ ചാനലില് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്, എന്തെല്ലാം ആക്സസറീസ് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ലാപ്ടോപ്പും ഇത്തരം ബേസിക് ആയിട്ടുള്ള ചെറിയൊരു മൈക്രോഫോണും ചെറിയൊരു വെബ് ക്യാമറയും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോഴേ നമ്മൾ OBS സോഫ്റ്റ്വെയർസും നമ്മുടെ ഈ പറയുന്ന വീഡിയോ ക്യാപ്ചറും വിൻഡോ ക്യാപ്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഫാത്തിമ, സുഹൈറ, യെസ്, അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആ 3ാമത്തെ പോയിന്റിനെ കുറിച്ച് ഊണിലും ഉറക്കത്തിലും ആലോചിച്ചുകൊള്ളൂ. പേഷ്യൻസോടുകൂടി, ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ.
ഓക്കെ, എന്റെ പേര് ആസിഫ് ആണ്, ആസിഫ് തുളുവത്ത് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പ്രൊഫൈലിന്റെ പേര്. അതിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ എന്ത് ചെയ്യുക, പച്ചവെള്ളത്തിന്റെ ഇൻസ്റ്റഗ്രാമും ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാം. അതിലൊക്കെ ഫ്രീ ആയിട്ട്, ഇതിലൊന്നും പേയ്മെന്റ് അല്ല നമ്മൾ പറയുന്നത്, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും നമുക്കിനി ഇടയ്ക്ക് കാണാം. നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഗ്രൂപ്പിലേക്ക് സജസ്റ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചു പോകാം കേട്ടോ. ഓക്കെ, ഓൺലൈൻ മേഖലകളിലുള്ള ജോലി നമുക്ക് ഒന്നിച്ചു തേടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഫേസ് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫേസ് കാണിക്കാതെയും ക്ലാസ് എടുക്കുക, ഫേസ് എടുത്തും ക്ലാസ് എടുക്കുക. പക്ഷെ ഫേസ് എടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ കാണുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി എന്തായിരിക്കും, അതിലൊരു ലൈവ് ഫീൽ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട്. ഇനി അടുത്ത സെഷൻ എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, പല തിരക്കുകൾക്കിടയിലാണ്, നമുക്ക് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സെഷൻസ് വെക്കാം. നേരത്തെ കൂട്ടി, ഇതിപ്പോ ഈ ക്ലാസ് നമ്മൾ ഒരുപാട് മുന്നേ അനൗൺസ് ചെയ്തല്ലേ, അതേപോലെ നേരത്തെ കൂട്ടി അനൗൺസ് ചെയ്തിട്ട് സെഷൻസ് ഇടയിൽ വെക്കാം കേട്ടോ. യെസ്, പിന്നീട് ഇതിൽ ഓരോ ലെവലിലും ഓരോ സ്റ്റെപ്പിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് പിന്നീട് വലുതാക്കാനുള്ള പ്ലാൻ ഉണ്ട്. യെസ്, അപ്പോ അത് ആ സമയത്ത് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ഇടയിൽ ഇത്തരം ക്ലാസ്സുകളായിട്ട് പോവാം കേട്ടോ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. യെസ്, വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. യെസ്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ, സീ യു.